റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ തിയറി വർക്കൗട്ട് ആകാതെ പോകുന്നതിന് കാരണമെന്ന് ചോദിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഡെയിലി. എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ തിയറീസ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല, ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സ്ഥിരമായി ചെയ്യുന്നവരാണ്, എന്നിട്ടും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിശ്വാസമാണ്. നമ്മളെ രക്ഷിക്കാൻ അദൃശ്യമായ ഒരു ശക്തി എപ്പോഴും നമ്മുടെ മുന്നിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ, അത് സാധിച്ചു തരാൻ നമ്മുടെ മുന്നിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വല്ലാത്ത ഒരു ധൈര്യമുണ്ട്. എൻ്റെ ആഗ്രഹം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് എനിക്കിത് സാധിക്കുമെന്നുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ പല സമയത്തും ചില ആൾക്കാർക്ക് വളരെ ഫാസ്റ്റായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് വളരെ പ്രയാസമാണ്, ചെറിയ കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. ഇപ്പം ഞാൻ ഒരു ദിവസത്തെ ഒരു ചലഞ്ച് വെക്കുകയുണ്ടായി. അതായത് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത്ര രൂപ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കൊക്കെ ഉണ്ട്, ആ ചലഞ്ച് ആരൊക്കെ ഏറ്റെടുക്കുന്നു എന്ന് ഞാൻ എൻ്റെ ബാച്ചിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് ഒരമ്മ വളരെ ഈസി ആയിട്ട് ആ എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. ചില ആൾക്കാർക്ക് വളരെ ചെറിയ ചെറിയ എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു എൻലൈൻമെൻറ്റ് അല്ലെങ്കിൽ അലൈൻഡ് ആകുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുമായിട്ട് നമ്മൾ എത്രത്തോളം അലൈൻമെൻറ്റ് കിട്ടുന്നു, നമ്മൾ അലൈൻഡ് ആകുന്നു, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ തിയറീസ് വർക്കൗട്ട് ആകുന്നത്. പലപ്പോഴും ഒരു ലോ ഓഫ് അട്രാക്ഷൻ തിയറി വർക്കൗട്ട് ആകാനുള്ള ടെക്നിക്ക് പറഞ്ഞു തരാമോ, പല വീഡിയോസും കണ്ട് പിള്ളേരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുടെ കാര്യത്തിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ഭുതമാണ്. കാരണം അവരിങ്ങോട്ട് ഓരോ ടെക്നിക്കിൻ്റെ കാര്യം എന്നോട് പറയും, എനിക്ക് ആ ടെക്നിക്ക് ചെയ്തു, ഈ ടെക്നിക്ക് ചെയ്തു. പക്ഷേ ആക്ച്വലി ഞാൻ ഒരു ടെക്നിക്കും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക, അത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ലോജിക് മൈൻഡിനെ മാറ്റി വെക്കുക. ഈ ലോജിക് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 ലക്ഷം രൂപ എനിക്ക് കിട്ടണം എന്നതാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ മനസ്സ് മനഃപൂർവ്വം നമ്മളോട് ചോദിക്കും, നിനക്കത് എവിടെ നിന്ന് കിട്ടാനാണ്, അതിനുള്ള സോഴ്സ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ലോജിക് മൈൻഡ് ചോദിക്കും, അല്ലേ? ഈ ലോജിക് മൈൻഡ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം നടക്കില്ല. കാരണം നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന സമയത്ത്, ബ്ലൈൻഡ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ വിശ്വസിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ റിസൾട്ട് 100% കിട്ടുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് മൊമെൻറ്റിലും ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഹീലിങ്ങിലാണെങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് റെക്കി ഹീലിംഗ്, പ്രാണി ഹീലിംഗ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെന്നതിനേക്കാൾ, ദീക്ഷ എടുത്തിട്ടുണ്ടെന്നതിനേക്കാളൊക്കെ ഉപരി ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു ഹീലിംഗ് രീതിയുണ്ട്. അതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, എപ്പോഴും അതാണ് എനിക്ക് ഇഷ്ടവും. അപ്പോൾ അതാരാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്? 13 വയസ്സിൽ ആരാണത് പഠിപ്പിച്ചു തന്നത്? പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ശിവഭഗവാന് ഒരുപാട് ധ്യാനിക്കുന്ന സമയത്ത് എന്നിലേക്ക് വന്ന ഒരു എനർജിയാണത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഉപരി പല കാര്യങ്ങളും ഈ യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു അലൈൻമെൻറ്റിൽ എത്തുക. അങ്ങനെ അലൈൻമെൻറ്റിൽ എത്തുന്ന സമയത്ത് നമ്മുടെ എന്താഗ്രഹവും യൂണിവേഴ്സ് അങ്ങോട്ട് കണ്ണു അടച്ച് സ്വീകരിക്കും. കണ്ണു അടച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കണ്ണു അടച്ച് അങ്ങോട്ട് വിശ്വസിക്കുക. ഈ വിശ്വാസം എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ ആഗ്രഹം സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുടെ ക്ലാസ്സിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എല്ലാ ദിവസവും ഓരോ അത്ഭുതങ്ങൾ, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു, എനിക്ക് ഇന്ന കാര്യം നടന്നു എന്ന് സ്ഥിരമായി പറയുന്ന ഒരു അമ്മയുണ്ട്. അമ്മ അടുത്തിടയ്ക്കാണ് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമായി. ആരെ? യൂണിവേഴ്സിനെ, എന്നെയല്ല, ഈശ്വരനെ, പ്രപഞ്ചത്തെ അമ്മയ്ക്ക് വിശ്വാസമായി. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ ഇങ്ങോട്ട് കണ്ണും പൂട്ടി കൊണ്ട് ഹൃദയത്തിലേക്ക് എടുക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. അപ്പോൾ അതാണ് വേണ്ടതും. ഈശ്വരനും നമ്മളും ഒന്നാണെന്നുള്ളൊരു തീരുമാനം, ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തുക. അങ്ങനെ എത്തുന്ന സമയത്ത് ഒന്നിനോടും ദേഷ്യമില്ല, ഒന്നിനോടും വെറുപ്പില്ല, ഒന്നിനോടും അമിതമായ ആഗ്രഹമില്ല, ഒന്നിനോടും അമിതമായ ഒരു താല്പര്യവും ഒന്നിനോടും കാണിക്കുന്നില്ല.
എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു. ശരീരത്തിന് സുഖമുള്ളപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു, ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ളപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു, കാശുള്ളപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു, അതില്ലാത്തപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഇതാണ് ശരിക്കും ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം. കാരണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ തിയറി വർക്കൗട്ട് ആകുകയുള്ളൂ. കാരണം നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മളെപ്പോഴും സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ലോജിക് മൈൻഡ് നമ്മളെ വന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഇത് നടക്കുമോ, ഇത് നടക്കുമോ. പക്ഷേ ലോജിക് മൈൻഡിനെ മാറ്റി വെച്ചിട്ട് ഇത് നടക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം കൊടുക്കുന്നവർക്ക് മാത്രമേ അത് നടന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോജിക് മൈൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പഠിപ്പിക്കുന്നവരും പറയുന്നത്, നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് ഉതകുന്ന രീതിയിൽ, നിങ്ങളുടെ ചിന്തകൾക്ക് ഉതകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കൂ, അതിനുശേഷം വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം പതുക്കെ പതുക്കെ നമ്മുടെ വിശ്വാസം കൊണ്ടുവന്നതിന് ശേഷം വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഈസി ആയിട്ട് നടക്കുമെന്ന് അവർക്കും അറിയാം. കാരണം നമ്മുടെ ലോജിക് മൈൻഡ് നമ്മളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു ടെക്നിക്കും എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്യാറില്ല. കാരണം എന്താണ്, നമ്മൾ ടെക്നിക്കുകളുടെ പുറകെ പോകുകയാണെങ്കിൽ ഉള്ളിലുള്ള ശക്തിയെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് ആ ഈശ്വരനാണ്, ആ ഡിവൈൻ എനർജിയാണ്. ആ ഡിവൈൻ എനർജിയുമായിട്ട് നമ്മൾ ഒന്നായി ചേരുന്നു, ആ എനർജിയും നമ്മളും ഒന്നാണ് എന്ന് തിരിച്ചറിവ് വരുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതെൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ചൊരു വലിയൊരു പാഠമാണ്. എല്ലാം ശൂന്യതയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത മൊമെന്റിൽ നിന്ന് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വരുന്ന വ്യത്യാസമാണ് ഈശ്വരൻ എന്നുള്ള കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഈശ്വരനും നമ്മളും ഒന്നാണ്. ആ ചൈതന്യം നമ്മളെ പഠിപ്പിക്കുന്നത് നന്മയാണ്. നമ്മൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ചൈതന്യത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുറ്റിനും വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ കോസ്മിക് എനർജി നമ്മുടെ ശരീരത്തിൽ ആത്യന്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കുറേ വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എത്ര നേരം മെഡിറ്റേഷൻ ഇരിക്കാൻ സാധിക്കും? കൂടി വന്നാൽ 5 മിനിറ്റ് 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഇരിക്കാൻ കഴിയില്ല. കാരണം അപ്പോഴത്തേക്ക് ബാക്ക് പെയിൻ ആകും, നടുവിന് വേദന കൂടും, കാലിന് വേദന കൂടും, ശരീരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മേലോട്ട് കയറുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്, ഗുണങ്ങളിൽ വ്യത്യാസം വരാൻ കിടക്കുന്നു. അപ്പോൾ ഗുണങ്ങളിൽ വ്യത്യാസം വരാൻ കിടക്കുന്നത് കൊണ്ട് തന്നെ പല സമയത്തും നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് വളരെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്. പലരും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പലരും എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് അറിവുകളുണ്ട്. അവർ തന്നെ സ്വയം പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പലരുടെ വീഡിയോസ് കാണുകയും ചെയ്ത് ഒരുപാട് അറിവ് സമ്പാദിച്ചവരാണ്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകുന്നില്ല. എന്തുകൊണ്ട് അതൊന്നും വർക്കൗട്ട് ആകുന്നില്ല? ഈ ലോജിക് മൈൻഡ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകൾക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവുന്നത്. അപ്പോൾ ലോജിക് മൈൻഡിനെ മാറ്റി നിർത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. അത്തരത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാനിച്ചുകൊണ്ട്, മാനിക്കുന്നത് എങ്ങനെ മാനിക്കാം? ദേഷ്യത്തെ എടുത്തു മാറ്റുക, പകയെ എടുത്തു മാറ്റുക, വെറുപ്പിനെ എടുത്തു മാറ്റുക, വൈരാഗ്യത്തെ എടുത്തു മാറ്റുക. ഇങ്ങനെയുള്ള ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന് വേണ്ടുന്ന ഗുണങ്ങളെയൊക്കെ, വേണ്ടാത്ത ഗുണങ്ങളെയൊക്കെ എടുത്തു മാറ്റിയിട്ട് വേണ്ടുന്ന ഗുണങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കാതെ തന്നെ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മളവിടെ ആവശ്യപ്പെടണമെന്ന് പോലും ചെറിയൊരു ചിന്ത ഉണ്ടായാൽ മതി, എനിക്ക് ഇനിയൊരു കാര്യം ഉണ്ടാവണമെന്ന് ചെറിയൊരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് തരാൻ സന്നദ്ധമായിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നമ്മുടെ കൂടെ വന്ന് നിൽക്കും. അതാണ് മെഡിറ്റേഷനും നമ്മുടെ ശക്തിയും ഒക്കെ തമ്മിലുള്ള ആ ഒരു താതാത്മ്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഹീലിങ്ങിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. റൈക്കി ഹീലിങ്ങും പ്രാണി ഹീലിങ്ങും ഒക്കെ മിക്സ് ചെയ്താൽ, പിന്നെ ഞാൻ സ്വയമേ പൂർവ്വജന്മമായിട്ട് കൂടെ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.